അപ്പോൾ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇനി മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ എന്ന് പറയുമ്പോൾ മെജോറിറ്റി ഈ പറയുന്ന മൈക്രോബ്സുകളുടെ ബെനിഫിറ്റുകളെ കുറിച്ചാണ് അല്ലെങ്കിൽ അവരുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമതായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് മൈക്രോബ്സ് ഇൻ ഹൗസ് ഹോൾഡ് പ്രൊഡക്ട്സ്. അതിൽ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത് ലാബിനെ കുറിച്ചാണ് അല്ലേ. എന്താണ് ലാബ് എന്നറിയാമല്ലോ, ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ. ഇത് മിൽക്കിനെ കടാക്കി മാറ്റുന്ന ബാക്ടീരിയ. അതോടൊപ്പം തന്നെ ചീസ്, രണ്ട് തരത്തിലുള്ള ചീസ് ഉണ്ടല്ലോ, സ്വിസ് ചീസും റോക്ക്ഫോർട്ട് ചീസും. അപ്പോൾ ആ ചീസിനകത്ത് തന്നെ സ്വിസ് ചീസിനെ കുറിച്ച് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുണ്ടാക്കുന്ന ആ ഫംഗസിൻ്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അതിൻ്റെ പേരാണ് ഏത്, പ്രൊപ്പിയോണിയം, ഫംഗസ് അല്ല, അതൊരു ബാക്ടീരിയ ആണ്, പ്രൊപ്പിയോണി ബാക്ടീരിയം ഷർമാണി എന്ന് പറയുന്ന ബാക്ടീരിയ. ഓക്കെ, റോക്ക്ഫോർട്ട് ചീസിലാണ് ഏത് വരുന്നത്, ഒരു ഫംഗസ് വരുന്നത്. അതോടൊപ്പം തന്നെ മൈക്രോബ്സിന് ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് ഉണ്ട്. ഇൻഡസ്ട്രി അടിസ്ഥാനത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന ആ വെസലിൻ്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. കൺഫ്യൂഷൻ വരുന്നത് ബയോടെക്നോളജി എന്ന് പറഞ്ഞ ചാപ്റ്ററിലാണ് നിങ്ങൾ ഏത് പഠിക്കുന്നത്, ഫെർമെൻറ്റേഴ്സ് പഠിക്കുന്നതെങ്കിൽ ഇവിടെ ബയോടെക്നോളജി എന്ന് പറഞ്ഞ ചാപ്റ്റർ നിങ്ങൾ ഏതാണ്, ബയോ റിയാക്ടേഴ്സ് ആണ് പഠിക്കുന്നത് അല്ലേ. ബയോ റിയാക്ടേഴ്സ് ആണ് പഠിക്കുന്നതെങ്കിൽ ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഏതാണ്, ഫെർമെൻറ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ബയോളജിക്കൽ മെറ്റീരിയൽസിനെ നമുക്ക് റോ മെറ്റീരിയൽസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഇത്, ഈ പറയുന്ന ഫെർമെൻറ്റേഴ്സ്. ഇതിനകത്ത് ഏതൊക്കെയാണ്, ബേവറേജസ് ഉണ്ട്, ആൻറ്റിബയോട്ടിക്സ് ഉണ്ട്, കെമിക്കൽസ് ഉണ്ട്. ഈ ബേവറേജസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, ഡിസ്റ്റിലേഷൻ വഴി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്, വിത്തൗട്ട് ഡിസ്റ്റിലേഷൻ വഴി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. ആൻറ്റിബയോട്ടിക്സ് അല്ലേ, ആൻറ്റിബയോട്ടിക്സിൽ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ആളാണ് ഇത്, അലക്സാണ്ടർ ഫ്ലെമിംഗ് എന്ന് പറയുന്ന ആൾ. പെനിസിലിയം അല്ലേ, പെനിസിലിയം നൊട്ടേറ്റം എന്ന് പറയുന്ന ഫംഗസിൽ നിന്നും ഐസൊലേറ്റ് ചെയ്ത പെനിസിലിൻ. അപ്പോൾ അങ്ങനെയുള്ള ആ കാര്യം ഓർക്കുക. പിന്നെ കെമിക്കൽസ് 100% നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കെമിക്കൽസ് എന്ന് പറയുന്നത്. ആ കെമിക്കൽസ് തന്നെ ആസിഡുകളുണ്ട് അല്ലേ, ലാക്റ്റിക് ആസിഡുണ്ട്, അസറ്റിക് ആസിഡുകളുണ്ട്, സിട്രിക് ആസിഡുകളുണ്ട്, ബ്യൂട്ടറിക് ആസിഡുകളുണ്ട്. ആ ആസിഡുകളെ കുറിച്ചെല്ലാം ഓർക്കുക. അതോടൊപ്പം തന്നെ ആൽക്കഹോൾ ഉണ്ട്, എത്തനോൾ അല്ലേ, ബ്രൂവേഴ്സ് ഈസ്റ്റ് അല്ലേ, ബേക്കറി ഐറ്റംസ് ആണ് ബേക്കേഴ്സ് ഈസ്റ്റ്, ബ്രൂവേഴ്സ് ഈസ്റ്റ് ഉണ്ട്. ഇതിലെല്ലാം സക്കാറോമൈസിസ് സെർവിയേസിയെ. അതോടൊപ്പം തന്നെ ഏതാണ്, നമ്മുടെ ചില എൻസൈംസുകളുണ്ടല്ലോ, ഏതൊക്കെയാണ്, പ്രോട്ടിയേസ്, പെക്റ്റിനേസ് എന്നൊക്കെ പറയുന്നത്. അതിനൊക്കെ തന്നെ സ്ട്രെപ്റ്റോകൈനേസ് ഉണ്ട്, ലിഗേസസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ റോളുകൾ പഠിക്കുക. ഏറ്റവും പ്രധാനമായിട്ട് ബയോ ആക്റ്റീവുമായിട്ടുള്ള ചില മോളിക്യൂളുകളുണ്ട്. ബയോ ആക്റ്റീവ് മോളിക്യൂൾസ് ഏതൊക്കെയാണ്, സൈക്ലോസ്പോറിൻ എ അല്ലേ, ട്രൈക്കോഡർമ പോളിസ്പോറം എന്ന് പറയുന്ന ഫംഗസിൽ നിന്ന് എടുക്കുന്ന ഈ പറയുന്ന ഇമ്മ്യൂണോ സപ്രസീവ് ഏജൻ്റ് ആയിട്ടുള്ള ഒരാൾ. അതൊക്കെ നമ്മുടെ കൊളസ്ട്രോളിൻ്റെ ലോവറിങ് ഏജൻ്റ് ഉണ്ടല്ലോ, മൊണസ്കസ് പർപ്യൂരിയസ് എന്ന് പറയുന്ന ഒരു ഈസ്റ്റിൽ നിന്നും ഐസൊലേറ്റ് ചെയ്യുന്ന സ്റ്റാറ്റിൻ. അപ്പോൾ അത്തരത്തിലുള്ള കെമിക്കലുകൾ ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കുമ്പോഴാണ് ആ ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആക്കാൻ പറ്റുക. ഓക്കെ.